Hello students. ഈ വീഡിയോയിൽ നമ്മൾ കോൺവേഴ്സ് പാർട്ടാണ് നോക്കുന്നത്. അതായത് ഓഡ് കമ്പോണന്റ് ഓഫ് ജി മൈനസ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എസ് ആണെങ്കിൽ ജി എന്ന് പറയുന്ന ഗ്രാഫ് ഈസ് വൺ ഫാക്ടർ അല്ലേ. അപ്പം നമ്മളിവിടെ കണ്ടീഷൻ ട്രൂ ആണെന്ന് അറിയാം. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ജി എന്ന് പറയുന്നത് ഒരു വൺ ഫാക്ടർ. അപ്പോൾ ഇൻ പെർട്ടിക്കുലർ ഫോർ എസ് ഈക്വൽ ടു നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റ് ആണെങ്കിൽ എസ് എന്ന് പറയുന്നത് എന്തുവായിരുന്നു, പ്രോപ്പർ സബ്സെറ്റ് ഓഫ് വെർട്ടെക്സ് സെറ്റ് ഓഫ് ജി ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് എന്ന് പറയുന്നത് എം ടി സെറ്റ് ആണെങ്കിൽ ഓഡ് കമ്പോണന്റ് ഓഫ് ജി മൈനസ് എസ്, എസ് എം ടി ആണ്. സോ ഓഡ് കമ്പോണന്റ് ഓഫ് ജി എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താകും, സീറോ ആകും അല്ലേ. Therefore, every component of G is odd component 0 എന്ന് പറഞ്ഞാൽ അതിനകത്ത് വന്നിരിക്കുന്ന ജിക്കകത്തുള്ള എല്ലാ കമ്പോണൻസും ഈവൻ ആണ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ബൈ ഇൻഡക്ഷൻ ആണ്. ബൈ ഇൻഡക്ഷൻ പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ K2 ആണ്. K2 എന്ന് പറയുമ്പോൾ രണ്ട് വെർട്ടീസസ് ഉള്ളത് അല്ലേ. ഇത് കണ്ടോ, ദിസ് ഈസ് എ പെർഫെക്റ്റ് മാച്ചിങ്, അതായത് വൺ ഫാക്ടർ ആണ്. K2 എന്ന് പറയുന്ന ഒരു വൺ ഫാക്ടർ. K2 ഈസ് ദി ഓൺലി ഗ്രാഫ് ഹാവിങ് ഈവൻ കമ്പോണന്റ് വിച്ച് ഈസ് വൺ ഫാക്ടർ. ഇനി അപ്പോൾ 2 കഴിഞ്ഞാൽ അടുത്തത് 4 ആണല്ലോ ഈവൻ നമ്പർ വരുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് ഈക്വൽ ടു 4 ഓർ ഗ്രേറ്റർ ദാൻ, അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് എടുത്തു അല്ലേ. ദാറ്റ് ഓൾ ഗ്രാഫ് എച്ച്, അങ്ങനെ വരുന്ന ഗ്രാഫിനെ നമ്മൾ പേര് കൊടുത്തു ദ എച്ച് ഓഫ് ഈവൻ ഓർഡർ ലെസ് ദാൻ എൻ. ലെസ് ദാൻ എൻ വരുന്ന ഈവൻ ഓർഡർ ഉള്ള എല്ലാ ഗ്രാഫും, അതായത് ആ ഗ്രാഫ്സിന്റെ പേര് ഇങ്ങനെ ആയിരിക്കും, എച്ച് ആണ്. സാറ്റിസ്ഫൈസ് ഓഡ് കമ്പോണന്റ് ഓഫ് ജി മൈനസ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എസ് ഹാവ് വൺ ഫാക്ടർ അല്ലേ. ബൈ ഇൻഡക്ഷൻ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ല എൻ ഈക്വൽ ടു 1-ൽ നമ്മളത് പ്രൂവ് ചെയ്ത് നോക്കും. എൻ ഈക്വൽ ടു 1-ൽ ട്രൂ കിട്ടും. അത് കഴിഞ്ഞ് എന്നിന് ട്രൂ ആണ്, അത് കഴിഞ്ഞ് n+1 ട്രൂ ആണോ എന്ന് നമ്മൾ n വെച്ചിട്ട് പറയും അല്ലേ. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ n ഈക്വൽ ടു 2-ൽ ഈവൻ നമ്പർ ആയതുകൊണ്ട് 2-ൽ തുടങ്ങി. അത് കഴിഞ്ഞ് ലെസ് ദാൻ n-ന് ഇത് എന്തായിരിക്കും, ജി എന്ന് പറയുന്ന ഗ്രാഫ് വൺ ഫാക്ടർ ആണ് എന്ന് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫോർ n ഓർഡറിലുള്ള ലെറ്റ് ജി ബി എ ഗ്രാഫ് ഓഫ് ഓർഡർ n സാറ്റിസ്ഫൈങ് odd component of G minus S less than or equal to cardinality of S, where S എന്ന് പറയുന്നത് നമുക്കറിയാം proper subset of vertex set of G. Thus, every component of G has even order. അപ്പോൾ എല്ലാ കമ്പോണൻസിന്റെ ഓർഡർ എന്തായിരിക്കും, ഈവൻ ആണ്. Now, we make an observation. അതായത് ഒരു നോൺ ട്രിവിയൽ കമ്പോണന്റിനകത്ത്, ഇപ്പൊ ഇതൊരു കമ്പോണന്റ് ആണ്. ഈ കമ്പോണന്റിനകത്ത് നമുക്ക് കുറെ വെർട്ടീസസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ വെർട്ടീസസിനകത്ത് ചില വെർട്ടീസസ് എന്തായിരിക്കും, നോട്ട് എ കട്ട് വെർട്ടെക്സ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് നോട്ട് എ കട്ട് വെർട്ടെക്സ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2, മോർ ദാൻ 2 വരാം. അറ്റ്ലീസ്റ്റ് 2 vertices are not cut vertex എന്ന് തിയറം പഠിച്ചിട്ടുണ്ട്. 5-ൽ ചാപ്റ്റർ 5-ൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുപോലൊക്കെ നമുക്ക് ഇവിടെ അറ്റ്ലീസ്റ്റ് 1 എന്താണ്, നോട്ട് എ കട്ട് വെർട്ടെക്സ്. അപ്പൊ അങ്ങനെ വരുന്ന, ഇപ്പൊ ഇതിനകത്ത് ഇതൊരു കട്ട് വെർട്ടെക്സ് അല്ല, ഇങ്ങനെ ഇതിനകത്ത് ഇതൊരു കട്ട് വെർട്ടെക്സ് അല്ല. അപ്പൊ ഇത് ഒരു കമ്പോണന്റ് ആണ് G1. അങ്ങനെ G2-നകത്തും കാണും അല്ലേ, G3-ക്കകത്തും കാണും. അങ്ങനെയുള്ള കുറെ കട്ട് വെർട്ടെക്സിന്റെ സെറ്റ്സ് ആണ് നമ്മൾ, ആ ഒരു സബ്സെറ്റ്സ് ആണ് R എന്ന് പറയുന്നത്. R എന്ന് പറയുന്നത് എന്തുവാ, ഓരോ കമ്പോണൻസിനകത്തും ഉള്ള എന്താ
നോട്ട് എ കട്ട് വെർട്ടെക്സ് അല്ലാത്ത വെർട്ടിസസിന്റെ സെറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് എടുത്തേക്കുന്നത്, ആറെന്ന് എടുത്തത്. അതെന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ഓഫ് വെർട്ടെക്സ് സെറ്റ് ഓഫ് ജി ആയിരിക്കും. അങ്ങനെ സബ്സെറ്റ് ഓഫ് വെർട്ടെക്സ് സെറ്റ് ഓഫ് ജി ആണെങ്കിൽ അത് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ഓഡ് കമ്പോണന്റ് ഓഫ് ജി മൈനസ് ആർ. നേരത്തെ നമ്മൾ എസിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ എസ് എന്ന് പറഞ്ഞ് എഴുതിയില്ലേ, ജി മൈനസ് എസ് എന്ന് എഴുതുമ്പോൾ ആ എസ് എന്ന് പറയുന്നത് എങ്ങനത്തെ ആയിരുന്നു, പ്രോപ്പർ സബ്സെറ്റ് ഓഫ് വെർട്ടെക്സ് സെറ്റ് ഓഫ് ജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർ എന്ന് പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് വെർട്ടെക്സ് സെറ്റ് ഓഫ് ജി ആണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യും, ഓഡ് കമ്പോണന്റ് ഓഫ് ജി മൈനസ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ആർ. അപ്പൊ ഇങ്ങനെ വന്നേക്കുന്ന ആറ് സബ്സെറ്റ്സ് ആർ എന്ന് പറയുന്നതിനകത്ത് മാക്സിമം കാർഡിനാലിറ്റി, അതായത് മാക്സിമം നമ്പർ ഓഫ് നോട്ട് എ കട്ട് വെർട്ടെക്സ് വരുന്ന സെറ്റിനെ നമ്മൾ ഇവിടെ എസ് എന്ന പേര് കൊടുത്തു. എസ് ബി വൺ ഓഫ് ദി മാക്സിമം കാർഡിനാലിറ്റി. ഇങ്ങനെയുള്ള ഈ സെറ്റ്സ് നോട്ട് എ കട്ട് വെർട്ടെക്സ് വരുന്ന കുറെ സെറ്റ്സ് ഉണ്ടാവും. അതിനകത്തെ മാക്സിമം കാർഡിനാലിറ്റി നമ്മൾ എന്തായിട്ട് എടുത്തു, എസ് എടുത്തു. ആൻഡ് ലെറ്റ് G1 G2 എക്സെട്ര ജി കെ ബി ദി കെ ഓഡ് കമ്പോണൻസ് ഓഫ് ജി മൈനസ് എസ്. ആ ജി മൈനസ് എസിനകത്തെ ഓഡ് കമ്പോണൻസ് ആണ് G1 G2 എക്സെട്ര ജി കെ. ഇനി അപ്പൊ അതെന്ന് പറയുമ്പോൾ കെ എന്ന് പറയുന്നത് എങ്ങനായിരിക്കും, കാർഡിനാലിറ്റി ഓഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കുമല്ലോ അല്ലേ. ഒബ്സർവ് ദാറ്റ്. ഇനി നമുക്ക് നോക്കാം, ഇതല്ല ഇപ്പൊ നമ്മൾ G1 G2 എക്സെട്ര ജി കെ അല്ലാതെ വേറെയും കമ്പോണന്റ് ഉണ്ട്. ഒബ്സർവ് ദാറ്റ് G1 G2 എക്സെട്ര ജി കെ ആർ ദി ഓൺലി കമ്പോണൻസ് ഓഫ് ജി മൈനസ് എസ്. ജി മൈനസ് എസിനകത്തെ ഈ ഇത്രയും കമ്പോണൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അല്ല. അപ്പൊ നമ്മൾ പറയുവാണ് അല്ല, ഇനിയും കമ്പോണന്റ് ഉണ്ട്. അപ്പൊ ഇനി ഒരു ഫോർ അതർവൈസ്. അപ്പൊ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജി മൈനസ് എസിനകത്ത് ഒരു കമ്പോണന്റ് കൂടെ ഉണ്ടെന്നങ്ങ് പറയുവാണ്. അങ്ങനെ ആണെങ്കിൽ ആ കമ്പോണന്റ് എന്ന് പറയുന്നത് ജി നോട്ട് ആയിട്ട് എടുത്തു. നമ്മൾ പറഞ്ഞു ആർ എന്ന് പറയുന്ന കുറെ സെറ്റ് ഓഫ് എങ്ങനത്തെ വെർട്ടിസസ് ആണ്, നോട്ട് എ കട്ട് വെർട്ടെക്സ് വരുന്ന വെർട്ടിസസ്. അങ്ങനെയുള്ള വെർട്ടിസസിനകത്ത് മാക്സിമം കാർഡിനാലിറ്റി വരുന്ന സെറ്റ് ഉണ്ട്. ആ സെറ്റിനെ നമ്മൾ എസ് എന്ന് കൊടുത്തു. ആൻഡ് G1 G2 എക്സെട്ര ജി കെ എന്ന് പറയുന്നത് കെ ഓഡ് കമ്പോണൻസ് ഓഫ് ജി മൈനസ് എസ് ആണ്. ജി മൈനസ് എസിന്റെ അകത്ത് വന്നേക്കുന്ന ഓഡ് കമ്പോണൻസ് ആണ് G1 G2 എക്സെട്ര ജെ കെ ആണ്. ഇനി നമ്മൾ പറയുവാണ് അങ്ങനല്ല, G1 G2 എക്സെട്ര ജി കെ അല്ല, ആർ ദി ഓൺലി കമ്പോണൻസ് ഓഫ് ജി മൈനസ് എസ് അല്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരെണ്ണം അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെന്ന്. അപ്പൊ ഒരെണ്ണം ഈവൻ കമ്പോണന്റ് ഉണ്ടെന്ന് പറയുക, ജി നോട്ട് കണ്ടെയ്നിങ് എ വെർട്ടെക്സ് യു നോട്ട്. ജി നോട്ട് എന്ന് പറയുന്ന ഒരു ഈവൻ കമ്പോണന്റ് ഉണ്ട്. അതിനകത്ത് എന്തുണ്ട്, യു നോട്ട് എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട്. ജി നോട്ട് എന്ന് പറയുന്ന കമ്പോണന്റ്, ഇത് ജി നോട്ട് ആണെങ്കിൽ ഇതിനകത്ത് എന്തുണ്ട്, ഒരു യു നോട്ട് ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് എ കട്ട് വെർട്ടെക്സ്. യു നോട്ട് എന്ന് പറയുന്നത് എന്തല്ല, ഒരു കട്ട് വെർട്ടെക്സ് അല്ല. അങ്ങനാണെങ്കിൽ നമുക്ക് എസ് നോട്ട് എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു എസിനകത്ത് എത്ര കമ്പോണൻസ് ഉണ്ട്, കെ കമ്പോണൻസ് അല്ല വെർട്ടിസസ്, കെ വെർട്ടിസസ് ഉണ്ട്. അത് മാക്സിമം ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് കൂടാതെ ഒരെണ്ണം കൂടെ വന്നില്ലേ, യു നോട്ട്. അപ്പൊ എന്ത് കിട്ടി, കെ പ്ലസ് 1 ആയില്ലേ. അപ്പൊ മാക്സിമം നമ്മൾ എടുത്തത് എത്ര ആയിരുന്നു, കെ ആണെന്ന് പറഞ്ഞു അല്ലെ. മാക്സിമം കാർഡിനാലിറ്റി ആണ് കെ. അപ്പൊ നമ്മള് ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കെ പ്ലസ് 1, വിച്ച് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ മാക്സിമം ആണ് എടുത്തേക്കുന്നത്. കെ എന്ന് പറയുന്ന വെർട്ടിസസ് വിച്ച് ആർ നോട്ട് എ കട്ട് വെർട്ടെക്സ് എന്ന് പറയുന്നത് എസ് എന്ന പേരും കൊടുത്തു. അതെന്ന് പറയുന്നത് മാക്സിമം കാർഡിനാലിറ്റി ആണ്. ദെയർഫോർ പിന്നെ വേറെ ഒന്നുമില്ല. അപ്പൊ ഏതേ ഉള്ളൂ, G1 G2 എക്സെട്ര ജി കെ എന്ന് പറയുന്നതേ ഉള്ളൂ, ആർ ദ ഓൺലി കമ്പോണൻസ് ഓഫ് ജി മൈനസ് എസ്. ഇത്രയും മനസ്സിലായോ? നെക്സ്റ്റ് നമ്മൾ ക്ലെയിം ചെയ്യുവാണ് S1 S2 എക്സെട്ര എസ് കെ എന്ന് പറയുന്ന സെറ്റ്സ് ഉണ്ട്. ഈ സെറ്റ്സിന്റെ യൂണിയൻ എടുക്കുമ്പോൾ, യൂണിയൻ എടുക്കാൻ എൽ യൂണിയൻസ്, എൽ സെറ്റിന്റെ യൂണിയൻ എടുക്കുവാണെങ്കിൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് എൽ വെർട്ടിസസ് ഉണ്ടാവും.
So we next claim that for each integer L എന്ന് പറയുന്ന 1 less than or equal to L less than or equal to K, the union of any L of the sets S1, S2, etc. Sk contains at least L vertices എന്ന് നമ്മൾ claim ചെയ്യും. പക്ഷെ അന്നേരം ഞാൻ പറയോ assume to the contrary that there exists an integer. അപ്പോൾ അല്ല എൽ അറ്റ്ലീസ്റ്റ് എൽ വെർട്ടിസസ് അല്ല അതിലും കുറഞ്ഞ വെർട്ടിസസ് ആകാമെന്ന് ഞാൻ നോക്കൂ. അസ്യൂം ടു ദി കോൺട്രറി ദാറ്റ് ദെയർ എക്സിസ്റ്റ് ആൻ ഇൻറ്റീജർ ജെ. ജെ എന്ന് പറയുന്ന ഇൻറ്റീജർ, ആ ജെ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ആണ്, എല്ലിനെക്കാട്ടി കുറവാണ്. അങ്ങനാണെങ്കിൽ such that the union of the sets S1, S2, Sk ഇതിന്റെ എല്ലാ യൂണിയൻ എടുക്കുമ്പോൾ S1 യൂണിയൻ എക്സെട്ര യൂണിയൻ Sk എടുക്കുക, അതിനൊരു പേര് കൊടുത്തു, ഈക്വൽ ടു ടി എന്നും പറഞ്ഞ് പേര് കൊടുത്തു. അതിനകത്ത് ജെക്കാട്ടി കുറവ് ഉള്ള എലിമെന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹാസ് ഫ്യൂവർ ദാൻ ജെ എലിമെന്റ്സ്. ജെ എലിമെന്റ്സിനെക്കാട്ടിലും കുറവുള്ള വെർട്ടിസസ് ആണ് ഇതിന്റെ എല്ലാ യൂണിയൻ എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇതിന്റെ എല്ലാ യൂണിയനെയാണ് നമ്മൾ എന്തായിട്ട് എടുത്ത് ടി എന്ന് പറയുന്ന സെറ്റ് എടുത്ത്. അപ്പൊ നമ്മൾ പറയുന്നത് ടി ഈക്വൽ ടു S1 യൂണിയൻ S2 യൂണിയൻ എക്സെട്ര എസ് ജെ അല്ലെ, ജെ സെറ്റ്സിന്റെ യൂണിയൻ ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ടി ഈക്വൽ ടു S1 യൂണിയൻ S2 യൂണിയൻ എക്സെട്ര യൂണിയൻ എസ് ജെ എടുത്തു. കെയ്ക്കകത്ത് വരുന്ന ഇതിനകത്ത് കുറച്ച് സെറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. ആ സെറ്റ്സിനെ ടി എന്ന് കൊടുത്താൽ കാർഡിനാലിറ്റി ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്ത് വരും? ലെസ് ദാൻ ജെ അല്ലേ? കാർഡിനാലിറ്റി ഓഫ് ടി എന്ന് പറയുമ്പോൾ ജെക്കാട്ടി കുറവാണ്. അപ്പൊ നമ്മൾ ജെക്കാട്ടി കുറവെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കണ്ടീഷൻ എന്തുവായിരുന്നു? ഓഡ് കമ്പോണന്റ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്തുവായിരുന്നു നമ്മൾ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്? odd component of G minus S is less than or equal to cardinality of S. ഇവിടെ നമ്മൾ എസ് എന്ന് പറയുന്ന സെറ്റിനകത്ത് S1, S2, എക്സെട്ര എസ് കെ എന്ന് പറയുന്ന സെറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് കുറഞ്ഞ, അതായത് ജെ സെറ്റ്സ് S1, S2, എക്സെട്ര എസ് ജെയുടെ യൂണിയൻ എടുക്കുമ്പോൾ അതിനെ ടി എന്ന് കൊടുത്തു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആ കമ്പോണന്റ് എന്ന് പറയുന്ന ഇതിനെക്കാട്ടിലും കുറവാണ് അല്ലെ. അപ്പൊ കെ നോട്ട് അല്ലെങ്കിൽ ഓഡ് കമ്പോണന്റ് ഓഫ് ജി മൈനസ് ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ എന്നായി അല്ലെ. കാർഡിനാലിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് ലെസ് ദാൻ ജെ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ കെ നോട്ട് ഓഫ് ജി മൈനസ് ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ടി എന്നായി. നമ്മുടെ കണ്ടീഷൻ തിരിച്ചല്ലായിരുന്നോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നല്ലേ വരണ്ടേ? ഇവിടെ പക്ഷെ എന്താ? ലെസ് ഗ്രേറ്റർ ദാൻ അല്ലേ, കാർഡിനാലിറ്റി ഓഫ് ടി ലെസ് ദാൻ ജെ എന്നാണ്. അപ്പോൾ അതെന്താകും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ കാർഡിനാലിറ്റി ഓഫ് ടി, വിച്ച് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ ഈ കണ്ടീഷൻ അസ്യൂം ചെയ്തേക്കുവാണ് അല്ലേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നും പറഞ്ഞാണ് അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് കണ്ടീഷൻ എന്താ? വിച്ച് ഈസ് ഇമ്പോസിബിൾ. എന്ത് വന്നൊരു ഇമ്പോസിബിൾ? ഫ്യൂവർ ദാൻ ജെ എലിമെന്റ്സ് ആണ് ഇതിനകത്തെ യൂണിയൻ ഓഫ് ജെ ഓഫ് ദി സെറ്റ്സ് എടുക്കുമ്പോൾ. അപ്പോ ഇത് കോൺട്രറി എന്നും പറഞ്ഞ് നമ്മൾ ചെയ്തത് തെറ്റിയില്ലേ? അപ്പൊ എങ്ങനെ വരത്തുള്ളൂ? അറ്റ്ലീസ്റ്റ്, അതായത് എൽ സെറ്റ്സിന്റെ യൂണിയൻ എടുക്കുമ്പോൾ അതിനകത്ത് അറ്റ്ലീസ്റ്റ് എൽ വെർട്ടിസസ്, മിനിമം എൽ വെർട്ടിസസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ അതിൽ കുറവുള്ളത് എടുത്തപ്പോഴാണ് നമുക്ക് ഈ കണ്ടീഷൻ തിരിച്ചു വന്നത്, വിച്ച് ഈസ് ഇമ്പോസിബിൾ. ദസ് ആസ് ക്ലെയിംഡ്, നമ്മൾ നേരത്തെ ക്ലെയിം ചെയ്ത കണക്ക് തന്നെ, for each integer L with 1 less than or equal to L less than or equal to K, the union of any L of the sets S1, S2, etc. Sk contains at least L vertices. അത് നേരത്തെ നമ്മൾ ക്ലെയിം ചെയ്ത ആ സെന്റൻസ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. Then there exists a set. അപ്പൊ നമ്മൾ ഇനി ഇങ്ങനെ എൽ വെർട്ടിസസ്, അറ്റ്ലീസ്റ്റ് എൽ വെർട്ടിസസ് ഉണ്ടെങ്കിൽ S1, S2, എക്സെട്ര എസ് കെ
എ എന്ന് പറയുന്ന സെറ്റിനകത്ത് അറ്റ്ലീസ്റ്റ് എൽ വെർട്ടിസസ്. ദെൻ ദർ എക്സിസ്റ്റ് എ സെറ്റ്. അപ്പൊ എസ്സിൽ എന്തൊക്കെ കാണും? V1 V2 എക്സെട്ര Vk എന്ന് പറയുന്നത് k distinct vertices such that Vi belongs to Si. ഇതെന്ന് പറയുന്നത് V1 എന്ന് പറയുന്നത് ഏതിനകത്തെ ആയിരിക്കും? V1 എന്ന് പറയുന്ന S1 എന്ന് പറയുന്ന സെറ്റിനകത്തെ ആയിരിക്കും. V2 എന്ന് പറയുന്നത് S2 എക്സെട്ര Vk എന്ന് പറയുന്നത് Sk. സിൻസ് എവറി ഗ്രാഫ് GI കണ്ടെയ്ൻസ് എ വെർട്ടെക്സ്. അപ്പൊ GI എന്ന് പറയുമ്പോൾ കണ്ടോ, G1-നകത്ത് ഒരു വെർട്ടെക്സ് ഉണ്ട് U1, G2-ല് U2. അപ്പോൾ ഈ U1-ൽ നിന്നും V1-ലോട്ട് എന്തുണ്ടാവും? U1 V1 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ടാവും. U1 എന്ന് പറയുന്ന എവിടുത്തെ വെർട്ടെക്സ് ആ? G1-ൽ. V1 എന്ന് പറയുന്ന എവിടുത്തെയാണ്? S1-ൽ അല്ലെ? ആ U1-ൽ നിന്നും V1-ലോട്ട് ഒരു എഡ്ജ് ഉണ്ടാവും. വിച്ച് UI belongs to edge of G. G എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഒരു എഡ്ജ് ആയിരിക്കും U1 V1, U2 V2 എക്സെട്ര UK VK. അതാണ് നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞേക്കുന്നത് UI belongs to E of G. It follows that UI is a matching of G. G എന്ന് പറയുന്ന ഗ്രാഫിനകത്ത് ഒരു മാച്ചിങ് ആയിരിക്കും U1 V1, U2 V2 etc. UK VK. Next we show that if GI is non-trivial, then GI minus UI has a one factor. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് GI എന്ന് പറയുന്ന ഒരു നോൺ ട്രിവിയൽ ഗ്രാഫാണ്. ദെൻ GI മൈനസ് UI ഹാസ് എ വൺ ഫാക്ടർ. അതായത് G1-ൽ നിന്നും, G1-നകത്ത് വൺ ഫാക്ടേഴ്സ് ഉള്ള കുറേ എഡ്ജസ് ഉണ്ട്. അതായത് അതല്ലാതെ ഒരു വെർട്ടെക്സ് ആണ് U1 എന്ന് പറഞ്ഞുള്ളത്. ഈ U1-നെ റിമൂവ് ചെയ്യുമ്പോൾ G1 എന്ന് പറയുന്നത് എന്താകും? U1 എന്ന് പറയുന്നത് ഒറ്റ വെർട്ടെക്സ് ആയിട്ടാണ്, ഓടല്ലേ? അപ്പൊ ഇത് U1-ന് ഇപ്പൊ എന്താണ്? G1-നകത്ത് എന്തില്ല? ഒരു മാച്ചിങ് ഇല്ല അല്ലെ? അതിന്റെ മാച്ചിങ് എന്ന് പറഞ്ഞാൽ എസ്സിലോട്ടാണ്. അപ്പൊ GI-ൽ നിന്നും UI, അതായത് G1-ൽ നിന്ന് U1 റിമൂവ് ചെയ്യുക, G2-ൽ നിന്ന് U2 റിമൂവ് ചെയ്യുക, GK-ൽ നിന്ന് UK റിമൂവ് ചെയ്യുമ്പോൾ അതെന്താകും? വൺ ഫാക്ടർ ആകും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള വെർട്ടിസസ്, ആ വെർട്ടിസസിനെ നമ്മൾ പേര് കൊടുക്കുന്നത് W എന്നാണ്. അപ്പോൾ എന്തുവാ? നമ്മൾ GI-ൽ നിന്നും ഏത് മൈനസ് ചെയ്യുന്നു? UI. അപ്പൊ അതിനകത്ത് കിട്ടുന്ന വെർട്ടിസസ് ഓഫ് GI മൈനസ് UI എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ്. ആ പ്രോപ്പർ സബ്സെറ്റിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? W എന്ന് പറഞ്ഞ് എടുക്കുന്നത്. അങ്ങനാണെങ്കിൽ ആ കണ്ടീഷൻ, നമ്മൾ എഴുതിയ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓഡ് കമ്പോണന്റ് ഓഫ് G മൈനസ് S എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് S എന്നാണ് അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു G എന്ന് പറയുന്ന ഗ്രാഫിന് പകരം ഏതാണ്? GI മൈനസ് UI അല്ലേ? ഈ ഗ്രാഫ്. അപ്പൊ ഓഡ് കമ്പോണന്റ് ഓഫ്, അപ്പൊ നമുക്കിനി ഇതുപോലൊക്കെ എഴുതണം. G എന്ന് പറയുന്ന ഗ്രാഫിന് പകരം ഇവിടെ എന്തുവാ? ഏത് ഗ്രാഫാ? GI മൈനസ് UI മൈനസ് അതിനകത്തെ പ്രോപ്പർ സബ്സെറ്റിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? W എന്ന് പറഞ്ഞ് എടുക്കുന്നു. അപ്പൊ ഇതിന്റെ ഓഡ് കമ്പോണന്റ് ഓഫ് ഇത് എന്തായിരിക്കും? കണ്ടീഷൻ വരുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതാണ് ഇപ്പൊ നമ്മുടെ ഗ്രാഫ് GI മൈനസ് UI മൈനസ് W എന്ന് പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് വെർട്ടെക്സ് സെറ്റ് ഓഫ് ഏതിന്റെയാ? GI മൈനസ് UI. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പറഞ്ഞു S എന്ന് പറയുന്ന പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ഏതിന്റെയാ? വെർട്ടെക്സ് സെറ്റ് ഓഫ് G. ഇനി W എന്ന് പറയുന്ന ഏതായിരിക്കും അന്നേരം? W എന്ന് പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് വെർട്ടെക്സ് സെറ്റ് ഓഫ് ഇവിടുത്തെ ഗ്രാഫ് എന്തുവാ? GI മൈനസ് UI. മനസ്സിലായോ എഴുതിയത്? അപ്പൊ ഇവിടെ എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് W അല്ലേ? കണ്ടോ ഇപ്പൊ എഴുതിയത്? നെക്സ്റ്റ് വി ഷോ ദാറ്റ് ഇഫ് GI ഈസ് നോൺ ട്രിവിയൽ then GI മൈനസ് UI ഹാസ് എ വൺ ഫാക്ടർ. Let W be a proper subset of W എന്ന് പറയുന്നത് അപ്പൊ ഏതിന്റെ ആയി? വെർട്ടെക്സ് സെറ്റ് ഓഫ് GI മൈനസ് UI. We claim that
അപ്പൊ നമ്മൾ എന്ത് ക്ലെയിം ചെയ്യുന്നു? അവിടുത്തെ കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഓഡ് കമ്പോണന്റ് ഓഫ് ജി ഐ മൈനസ് യു ഐ മൈനസ് ഡബ്ല്യു എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ഡബ്ല്യു. അപ്പൊ നമ്മൾ പറയുവാണ് അല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, എങ്ങനെ വരാം? ഗ്രേറ്റർ ദാൻ ആണ്. അസ്യൂം ടു ദി കോൺട്രറി ദാറ്റ്, അങ്ങനെ ആണെങ്കിൽ നോക്കാം നമുക്ക് എന്ത് കിട്ടും. അസ്യൂം ടു ദി കോൺട്രറി ദാറ്റ് ഓഡ് കമ്പോണന്റ് ഓഫ് ജി ഐ മൈനസ് യു ഐ മൈനസ് ഡബ്ല്യു എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ കാർഡിനാലിറ്റി ഓഫ് ഡബ്ല്യു. ഇനി ഇങ്ങനെ ആയാലോ എന്ന് നമ്മൾ ഇനി നോക്കുക. അപ്പൊ അത് എന്ത് കിട്ടും? കോൺട്രഡിക്ഷൻ കിട്ടിയാൽ ഇത് പ്രൂവ് ആയില്ലേ? ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാതെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ജി എന്ന് പറയുന്നത് ജി ഐ മൈനസ് യു ഐ എന്ന് പറയുന്നത് എന്തുവാ? വൺ ഫാക്ടർ ആണ്. ഇനി ജി ഐ മൈനസ് യു ഐ വൺ ഫാക്ടർ ആണെങ്കിൽ ജി എന്ന് പറയുന്നത് എന്താകും? വൺ ഫാക്ടർ ആകും. എന്തുകൊണ്ട്? യു ഐ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. യു വൺ ഇതിനെല്ലാം എന്തുണ്ട്? എസിലോട്ട് ഒരു എഡ്ജ് ഉണ്ടെന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ഡബ്ല്യു, ആ കണ്ടീഷനാണ് ഇവിടെ വരേണ്ടത്. പക്ഷെ ഇതല്ല, ഞാൻ പറയുന്നല്ല. ഗ്രേറ്റർ ദാൻ വന്നാൽ ഇപ്പൊ എന്തോ ആയിരിക്കും? അപ്പൊ ചിലപ്പോ ഇത് ശരിയാകുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഗ്രേറ്റർ ദാൻ കാർഡിനാലിറ്റി ഓഫ് ഡബ്ല്യു. അപ്പൊ സിൻസ് ജി ഐ മൈനസ് യു ഐ ഹാസ് ഈവൻ ഓർഡർ, അപ്പൊ ജി ഐ മൈനസ് യു ഐ, യു ഐ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് ഇവിടെ അല്ലെ, ഇപ്പൊ ദാണ്ട് ഇവിടെ റെഡിന്റെ വൺ ഫാക്ടറിന്റെ കുറെ എഡ്ജസ് വരച്ചിട്ടുണ്ട്. അതല്ലാതെ ഒറ്റ വെർട്ടെക്സ് ആണ് ഇവിടെ കാണിച്ചത്. അപ്പൊ ഇത് എന്തായിരിക്കും? ഓഡ് ആണല്ലോ അല്ലെ? അപ്പൊ ഇങ്ങനെ ഓഡ് ആയിട്ടുള്ള അസ്യൂം ടു ദി കോൺട്രറി ദാറ്റ് ഓഡ് കമ്പോണന്റ് ഓഫ് ജി ഐ മൈനസ് യു ഐ മൈനസ് ഡബ്ല്യു ഗ്രേറ്റർ ദാൻ കാർഡിനാലിറ്റി ഓഫ് ഡബ്ല്യു. ഇനി ജി ഐ മൈനസ് യു ഐ എന്ന് പറയുന്നത് ഹാസ് ഈവൻ ഓർഡർ അല്ലെ? ഈവൻ ഓർഡർ ആയതുകൊണ്ട് ഓഡ് കമ്പോണന്റ് ഓഫ്, അപ്പൊ ഇത് ഓഡ് കമ്പോണന്റ് ഓഫ് ജി ഐ മൈനസ് യു ഐ മൈനസ് ഡബ്ല്യു, ഈ കാർഡിനാലിറ്റി ഓഫ് ഡബ്ല്യു ഈവൻ ആണ് ജി ഐ മൈനസ് യു ഐ. അപ്പൊ ഇത് രണ്ടും ഈവൻ ആണെങ്കിൽ, ഇത് രണ്ടും ഒന്നെങ്കിൽ എന്തായിരിക്കും? രണ്ടും ഈവൻ ആയിരിക്കും. അല്ലെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? ഓഡ് ആയിരിക്കും അല്ലെ? ജി ഐ മൈനസ് യു ഐ ഈവൻ ആണ്. അങ്ങനാണെങ്കിൽ ഇത് എന്താവണം? ഇത് രണ്ടും ഈവൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? ഓഡ് ആയിരിക്കും അല്ലെ? സിൻസ് ജി ഐ മൈനസ് യു ഐ ഹാസ് ഈവൻ ഓർഡർ, odd component of gi minus ui minus w and cardinality of w are either both even or both odd അല്ലെ? ഈ രണ്ട് ഈവൻ കൂട്ടിയാലല്ലേ ഈവൻ വരത്തുള്ളൂ, അല്ലെങ്കിൽ രണ്ട് ഓഡ് കൂട്ടിയാലല്ലേ ഈവൻ വരത്തുള്ളൂ. നമ്മൾ ജി ഐ മൈനസ് യു ഐ എന്ന് പറയുന്നത് ഈവൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കണം? ഈവൻ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും എന്തായിരിക്കണം? ഓഡ് ആയിരിക്കണം. ഹെൻസ് അപ്പൊ നമ്മൾ പറയുന്നു ഇവിടെ ഗ്രേറ്റർ ദാൻ അല്ലെ? ഇങ്ങനെയല്ലേ അസ്യൂം ചെയ്തേക്കുന്നത്? ദാണ്ട് ഇത് ഗ്രേറ്റർ ദാൻ കാർഡിനാലിറ്റി ഓഫ് ഡബ്ല്യു. അപ്പൊ ഈവൻ ആണെന്ന് പറയുമ്പോൾ കാർഡിനാലിറ്റി ഓഫ് ഡബ്ല്യു പ്ലസ് ടു അല്ലെ? അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എഴുതിയേക്കുന്നത്. അപ്പൊ ഇവിടെ പ്ലസ് ടു ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു ആയില്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ഡബ്ല്യു പ്ലസ് ടു. ഇനി ലെറ്റ് എസ് ഡാഷ്, എസ് ഡാഷ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർ സബ് ഗ്രാഫ് ആണ്, സബ്സെറ്റ്, സോറി സബ് ഗ്രാഫ് അല്ല, സബ്സെറ്റ് ആണ്. എസ് ഡാഷ് ഈക്വൽ ടു എസ് യൂണിയൻ ഡബ്ല്യു യൂണിയൻ സിംഗിൾട്ടൺ യു ഐ. ആദ്യം നമ്മൾ എസ് എന്നും പറഞ്ഞ് പ്രോപ്പർ സബ്സെറ്റ് ആണ് തുടങ്ങിയപ്പോൾ എടുത്തത്. ഡബ്ല്യു എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഏതായിരുന്നു? അണ്ട് ഇവിടെ ജി ഐ മൈനസ് യു ഐ, ആദ്യം ജി മൈനസ് എസ് എടുത്തു, അത് കഴിഞ്ഞ് ജി ഐ മൈനസ് യു ഐനകത്ത് ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ് ഡബ്ല്യു എടുത്തേക്കുന്നത്. ഇനി യു ഐ എന്ന് പറയുന്ന ഓരോ വെർട്ടെക്സും നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും യൂണിയൻ ആയിട്ടാണ് എസ് ഡാഷിനെ എടുത്തേക്കുന്നത്. ദെൻ എസ് ഡാഷ്, കാർഡിനാലിറ്റി ഓഫ് എസ് ഡാഷ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? കണ്ടീഷൻ വെച്ചിട്ട് നമ്മുടെ കണ്ടീഷൻ എന്തുവായിരുന്നു ഓർക്കുന്നു? ഓഡ് കമ്പോണന്റ് ഓഫ് ജി മൈനസ് എസ് എന്ന് പറയുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എസ് എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന എസ് ഡാഷ്. ആ എസ് ഡാഷ് എന്ന് പറയുന്നത് എന്തുവാ? എസ് യൂണിയൻ ഡബ്ല്യു യൂണിയൻ സിംഗിൾട്ടൺ യു ഐ. ദെൻ കാർഡിനാലിറ്റി ഓഫ് എസ് ഡാഷ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം?
ഗ്രേറ്റർ ദാൻ ഇവിടെ എസ് ഡാഷ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും ജി മൈനസ് എസ് ഡാഷ് അല്ലെ. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓഡ് കമ്പോണന്റ് ഓഫ് ജി മൈനസ് എസ് ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു ഈ ജി മൈനസ് എസ് ഡാഷ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? എസ് ഡാഷിനെ നമ്മൾ എങ്ങനെ എഴുതി? എസ് യൂണിയൻ ഡബ്ല്യു യൂണിയൻ സിംഗിൾട്ടൺ യു ഐ. ദെൻ അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? എസ് എന്ന് പറയുന്നത് ഓഡ് കമ്പോണന്റ് ഓഫ് ജി മൈനസ് എസ് അല്ലെ. എസ് എന്ന് പറയുന്നത് ഇതിന്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? കെ നോട്ട് ഓഡ് കമ്പോണന്റ് ഓഫ് ജി മൈനസ് എസ് പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്തുവാ? ഓഡ് കമ്പോണന്റ് ഓഫ് ജി അല്ലെ. കാർഡിനാലിറ്റി ഓഫ് ഡബ്ല്യു എന്താകും? ജി ഐ മൈനസ് യു ഐ മൈനസ് ഡബ്ല്യു അല്ലെ, മൈനസ് സിംഗിൾട്ടൺ യു ഐ അല്ലെ. യു ഐ എന്ന് പറയുമ്പോൾ ഒറ്റ വെർട്ടെക്സ്, അതിൽ നിന്ന് ഓരോ കമ്പോണന്റിൽ നിന്ന് ഓരോ വെർട്ടെക്സ് ആണ് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ മൈനസ് 1. അപ്പൊ ഓഡ് കമ്പോണന്റ് ഓഫ് ജി മൈനസ് എസ് എന്ന് പറയുന്നത് കാർഡിനാലിറ്റി ഓഫ് എസ് പ്ലസ് കെ നോട്ട് ജി ഐ മൈനസ് യു ഐ മൈനസ് ഡബ്ല്യു എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാർഡിനാലിറ്റി ഓഫ് ഡബ്ല്യു പ്ലസ് 2 എന്ത് ചെയ്യേ ദാണ്ട് ഇവിടെ കണ്ടോ? ഓഡ് കമ്പോണന്റ് ഓഫ് ജി ഐ മൈനസ് യു ഐ മൈനസ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്തോ എഴുതിയേക്കുന്നത്? കാർഡിനാലിറ്റി ഓഫ് ഡബ്ല്യു പ്ലസ് 2 മൈനസ് 1. അപ്പൊ പ്ലസ് 2 മൈനസ് 1 ഈസ് പ്ലസ് 1. That is cardinality of S plus cardinality of W plus 1 which is equal to cardinality of S dash. അപ്പോൾ നമുക്ക് വേണ്ട ഓഡ് കമ്പോണന്റ് ഓഫ് ജി മൈനസ് എസ് ഡാഷ് ഈക്വൽ ടു എന്ത് കിട്ടി? കാർഡിനാലിറ്റി ഓഫ് എസ് ഡാഷ് എന്ന് കിട്ടി. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ അല്ലേ? അവർ ചോയ്സ് ഓഫ് എസ് കോൺട്രഡിക്റ്റിംഗ് അവർ ചോയ്സ് ഓഫ് എസ്. എസ് ആണ് നമ്മൾ അവിടെ ചൂസ് ചെയ്തിരുന്നത്. ആദ്യം പറഞ്ഞത് എസ് എന്നല്ലായിരുന്നു. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ടു എസ് ഡാഷ് എന്നാണ് കിട്ടിയത്. Therefore നമ്മൾ കോൺട്രറി ആയിട്ടാണ് അവിടെ ഗ്രേറ്റർ ദാൻ കാർഡിനാലിറ്റി ഓഫ് ഡബ്ല്യു ഏതാ കണ്ട് ഇവിടെ എടുത്തേക്കുന്നത് അല്ലേ. ഇത് എടുത്തേക്കുന്നത് ഗ്രേറ്റർ ദാൻ. അപ്പൊ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പൊ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആദ്യം നമ്മൾ പറഞ്ഞ് ആ ക്ലെയിം ചെയ്തത് അതാണ് കറക്റ്റ്. Therefore odd component of G minus Ui minus W less than or equal to cardinality of W as claimed. By induction hypothesis, if Gi is non-trivial, then നമ്മൾ ഇനി തിരിച്ച് ഓരോന്നും പറഞ്ഞു പോവാ. Gi minus Ui has a one factor. The collection of one factor of Gi minus Ui for all non-trivial graph Gi and the edge in ജി ഐ മൈനസ് യു ഐ ചെയ്ത് കഴിയുമ്പോൾ ജി ഐ കിട്ടുന്നത് അതുപോലൊക്കെ തന്നെ എഡ്ജ് ഇൻ യു ഐ വി ഐ അല്ലെ. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ യു ഐയും വി ഐ ഇതും അല്ലെ. അതുകൂടെ വരുമ്പോഴാണ് എന്ത് ആവുന്നത്? ജി എന്ന് പറയുന്ന ഗ്രാഫ്. അപ്പൊ ഇങ്ങനെ ഒരു എഡ്ജും ജി ഐയിലുള്ള എല്ലാ വൺ ഫാക്ടേഴ്സും കൂടെ കൂടുമ്പോൾ അത് എന്തിൽ വരും? ജിക്കകത്ത് വരും അല്ലെ. പ്രൊഡ്യൂസസ് എ വൺ ഫാക്ടർ ഓഫ് ജി. ഇത്രയാണ് ടോട്ട്സ് തിയറത്തിന്റെ സഫിഷ്യന്റ് കണ്ടീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ നല്ലതായിട്ട് പഠിച്ചോണം. ഓക്കെ, താങ്ക് യു.